ഉറപ്പാ ദേവികയെ കണ്ടിട്ടാവാൻ മടങ്ങി വന്നിരിക്കുന്നത്. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോ അങ്ങും ഇങ്ങും തൊടാതെ ഉള്ളവന്റെ മറുപടി ശ്രദ്ധിച്ചില്ലേ? ഞാനെന്താ അത്രയ്ക്ക് മണ്ടിയാണെന്ന് കരുതിയോ അവൻ? സിദ്ധുവിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. നിനക്കും അറിയാമായിരിക്കും. ഞാൻ ഒരുത്തി മാത്രം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ വീടിനകത്ത് തെക്ക് വടക്ക് നടക്കുന്നു. അമ്മേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇനി അഥവാ നന്ദൻ ദേവികയെ കാണാൻ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അവന്റെ ഭാര്യയല്ലേ അമ്മ ദേവിക? രജനി, ദേവിക വിവാഹം കഴിച്ചു എന്നല്ലാതെ കുടുംബ ബന്ധത്തിന്റെ സന്തോഷം അവരിതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ദേവികയ്ക്ക് ഇവിടെ സന്തോഷം കിട്ടിയിട്ടുണ്ടോ? താലി കെട്ടിയ പെണ്ണ് ഒരു കൊലപാതക കേസിൽ പെട്ട് എവിടെയോ കഴിയുന്നു. സത്യത്തിൽ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അതിനിടയിൽ നന്ദിന് ദേവിയെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടി കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെന്ന് കാണട്ടെ അമ്മേ, ഒന്ന് സമാധാനാവട്ടെ. ഒരു കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അവള് പോയിരിക്കുന്നത്. വീട് മാത്രമല്ല, നാടിനെ ആകെ അവൾ അലങ്കോലമാക്കിയത്. സിദ്ധു രാജിവെച്ചിട്ടും മന്ത്രിസഭയിൽ ഇപ്പോഴും പ്രശ്നങ്ങളാ. ബലരാമൻ മുഖ്യമന്ത്രിയെ വരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സമാധാനം കണ്ടെത്തല്. ബലരാമൻ അങ്കിള് സമനില തെറ്റിയാ നിൽക്കുന്നത്. അങ്കിള് കാട്ടിക്കൂട്ടുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോണ്ട. നമ്മൾ ശ്രദ്ധിക്കാൻ പോണ്ടാന്നോ? നമുക്കെതിരെയാ അയാള് കാട്ടിക്കൂട്ടുന്നതൊക്കെ. അത് ശ്രദ്ധിക്കണ്ടല്ലേ? സിദ്ധുവിന്റെ MLA സ്ഥാനം തെറിപ്പിച്ചു. കമ്പനിയെ അയാൾ പൊളിച്ച് ബാധ്യതകൾ നമ്മുടെ തലയിലേക്കിട്ടു. ഇനിയും എന്തൊക്കെയാണ് അയാൾ നമുക്കെതിരെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എന്നിട്ടും ബലരാമൻ അങ്കിള് ചെയ്യുന്നത് ശ്രദ്ധിക്കണ്ടാന്നോ? നമ്മുടെ ഇപ്പോഴത്തെ ഈ പതനത്തിന് ഉത്തരവാദികള് നിങ്ങൾ 3 പേരുവാ. സിദ്ധുവും നന്ദനും നീയും. നിങ്ങൾ 3 പേരും ചേർന്ന എനിക്കും മീരയ്ക്കുമെതിരെ ഒറ്റക്കെട്ടായി നിന്ന് ആ ദേവികയെ ഇവിടെ കുടിയിരുത്താൻ നോക്കിയത്. എന്നിട്ട് അവസാനം എന്റെ മീരയെ ആരും കൊല ചെയ്തിട്ട് അവൾ എങ്ങോട്ടോ പോയി രക്ഷപ്പെട്ടു. അനുഭവിക്കാൻ നമ്മളും. പോട്ടെ, കാര്യങ്ങളൊന്ന് തുറന്നു പറയുന്നുണ്ടോ ഇപ്പോഴും? അതുമില്ല. എല്ലാം മറന്ന് ഭർത്താവിനെയും മക്കളെയും സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടും എന്നെ ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. വരുന്നതൊക്കെ അനുഭവിക്കട്ടെ, എല്ലാവരും അനുഭവിക്കട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.